നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം പരിശോധിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ കണ്ണോടിക്കുമ്പോൾ ഗാസയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങളും വാക്കുകളെല്ലാം തന്നെ തീർത്തും വേദനാജനകമാണ് എന്ന് കാണാൻ സാധിക്കും. ഗാസയിലെ കൊലവിളിക്ക് ഒരാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗാസയിൽ എന്താണ് സംഭവിക്കുന്നത് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ തലക്കെട്ട് നൽകിയിരിക്കുന്നത് രണ്ടാം ഹിറ്റ്ലർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നെതന്യാഹുവിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. മിസൈൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ വെന്ത് പൊള്ളുന്ന ഒരു ഭൂമിയാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ഒരുപാട് അർത്ഥതലങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് ദേശാഭിമാനി ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. എന്താണ് പിന്നെ യുദ്ധത്തിൽ സംഭവിക്കുന്നത് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ എന്താണ് യുദ്ധത്തിൽ സംഭവിച്ചത് എന്ന് കാണിക്കുന്ന തരത്തിൽ ഒരുപാട് ബുള്ളറ്റിനുകളിലായിട്ട് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ദേശാഭിമാനി കുറിച്ച് വെക്കുന്നുണ്ട്. മറ്റൊരു ഗാസയാകാൻ ലെബനൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ലെബനനിൽ ഇപ്പോൾ നിരന്തരമായി നടക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് ഇപ്പോൾ ഗാസയിലും ലെബനനിലും ഇസ്രായേലുമെല്ലാം സംഭവിക്കുന്നത്, എന്താണ് ആ യുദ്ധത്തിൻ്റെ തീവ്രത എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നതെന്ന് കാണാം. ഇനി ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലേക്ക് പോകുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇതേ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. എണ്ണി കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ നൽകിയിട്ടുള്ളത്. പിന്നെ വിവരങ്ങളെല്ലാം തന്നെ ബുള്ളറ്റിനായി നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ നിർദ്ദിഷ്ട മേധാവി ഹാഷിം സഫിയയും വധിച്ചു. ഹമാസ് കമാൻഡറും കുടുംബവും കൊല്ലപ്പെട്ടു. ലെബനനിൽ ബോംബ് വർഷം 12 ലക്ഷം പേർ പലായനം ചെയ്തു. ലെബനനിൽ മരണം 2000 കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ യുദ്ധഭീതി, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത് 4500 കോടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. പുതിയ ഹൈടെക് കെട്ടിട സമുച്ചയങ്ങൾ നാടിന് സമർപ്പിച്ച് 12 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് കല്ലിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 2 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 8 വർഷത്തിനിടെ 4500 കോടി രൂപ ചെലവഴിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളാണ് വാർത്തയിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ് ശബരിമലയിൽ ഇത്തവണയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. 80,000 പേർക്ക് മാത്രമാണ് ദർശനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് എക്സിറ്റ് പോൾ ഫലവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും BJP തോൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഹരിയാനയിൽ കോൺഗ്രസിന് വ്യക്തമായി ഭൂരിപക്ഷം. ജമ്മു കാശ്മീരിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് മുൻതൂക്കം. ഹരിയാനയിൽ പോളിംഗ് 63% എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വന്ന എക്സിറ്റ് പോളുകൾ എന്താണ് പറയുന്നത് എന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദാരുണമായൊരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്ന് ജനവാസ മേഖലയെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത അവതാരകനായ M. രാമചന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ്. ആ വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് മനോരമയാണ്. മനോരമ പരിശോധിക്കുമ്പോൾ മനോരമ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത് അജിത് കുമാറുമായി ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അന്വേഷണം അജിത് കുമാറിനെതിരെ DGPയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. വീഴ്ച തന്നെ എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. RSS കൂടിക്കാഴ്ചയിലെ വിശദീകരണം തള്ളി, മുഖ്യമന്ത്രിയെ അറിയിക്കും, തീരുമാനം ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിനും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ശബരിമല യോഗത്തിൽ നിന്ന് ADGPയെ മാറ്റി നിർത്തിയത് ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കോഴക്കേസ് K. സുരേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ പ്രതികളും വിമുക്തർ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള PV അൻവറിന്റെ പുതിയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ DMKയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. PV അൻവർ MLA ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സെക്യുലർ എന്ന പേരിൽ പുതിയ പാർട്ടി ഇന്ന് മഞ്ചേരിയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ നാമനിർദ്ദേശം വിവാദമാകുന്നു, ജനവിധിക്ക് മറുവിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വാർത്ത മനോരമ നൽകിയിട്ടുള്ളത്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 5 MLAമാരുടെ വോട്ടവകാശം നിർണായകം, തിരക്കിട്ട നടപടി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ എന്ന് പറഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഹരിയാനയിലും കാശ്മീരിലും എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കോൺഗ്രസിന് മുൻതൂക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയും ആകാശവാണിയിലെ മുൻ അവതാരകനായ രാമചന്ദ്രൻ അന്തരിച്ച വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ മലയാള മനോരമയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയാണ്. മാതൃഭൂമിയും വലിയ പ്രാധാന്യത്തിൽ നൽകുന്ന വാർത്ത ADGPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ശബരിമല അവലോകനവുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നിന്ന് ADGPയെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ടും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. എക്സിറ്റ് പോളിൽ ഇന്ത്യ സഖ്യത്തിന് നേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. CPMലും ഭിന്നത, മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ നിന്ന് എതിർസ്വരം. സർക്കാരിന്റെയും CPMന്റെയും പ്രതിച്ഛായ ബാധിച്ച സമീപകാല വിവാദങ്ങളിൽ സ്വന്തം ജില്ലയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ എതിർസ്വരം എന്ന്
പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് അജിത് കുമാറിന് വീഴ്ച പറ്റി എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അതും വലിയ പ്രാധാന്യത്തിൽ തന്നെ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ച വാർത്താ അവതാരകനായ രാമചന്ദ്രൻ വിടവാങ്ങിയ വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് കൗമുദിയാണ്. കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് മാത്രം, സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല ഭക്തർ വലയും എന്ന് കേരള കൗമുദി പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത PSC ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു വാർത്തയാണ്. ഇത് കേരള കൗമുദിയുടെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ടാണ് നൽകിയിട്ടുള്ളത്. കുടുങ്ങിയത് എറണാകുളം മലപ്പുറം LD ക്ലർക്ക് പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രം സഹിതം നൽകിയിട്ടുണ്ട്. വിശദവിവരങ്ങളെല്ലാം ഇനി ഗൂഗിൾ പറയും തട്ടിപ്പ് നടത്തിയത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഹരിയാനയിൽ കോൺഗ്രസ്, ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് കെ സുരേന്ദ്രനടക്കം കുറ്റവിമുക്തർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ചേശ്വരത്തെ കോഴ കേസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. ADGPയുടെ വാർത്ത നൽകിയിട്ടുള്ളത്. DGP റിപ്പോർട്ട് സമർപ്പിച്ചു, കൂടിക്കാഴ്ച ചട്ടലംഘനം, അജിത്തിനെ മാറ്റണം എന്നുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ഇനി ജന്മഭൂമിയാണ്. ജന്മഭൂമിയുടെ പ്രധാന തലക്കെട്ട് ADGP അജിത് കുമാറിനെ വിലക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. CPIക്കും ഇസ്ലാമിസ്റ്റുകൾക്കും കീഴടങ്ങിക്കൊണ്ടാണ് ഈ ഒരു വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ഈ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. മറ്റൊന്ന് വിദേശ നാണ്യശേഖരം $700 ബില്യൺ, ഭാരതം 4ാമത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. വിദേശ നാണ്യശേഖരത്തിൽ ചരിത്രം കുറിച്ച് ഭാരതം ആദ്യമായി രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം $700 ബില്യൺ കടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് കെ സുരേന്ദ്രനടക്കം 6 പേരും കുറ്റവിമുക്തർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വഖഫ് പരിഷ്കരണം അനിവാര്യമെന്ന് കത്തോലിക്ക സഭ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലവിലെ നിയമങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമമാണ്. മാധ്യമത്തിലെ പ്രധാന വാർത്ത ADGPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. ADGPക്ക് വീഴ്ച, ഇനി നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. RSS നേതാക്കളുമായുള്ള ചർച്ച, സ്വകാര്യ സന്ദർശനം എന്ന വാദവും തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ശബരിമല അവലോകന യോഗം അജിത് കുമാറിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് ന്യൂസും നൽകിയിട്ടുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസ് കുതിപ്പ്, കാശ്മീരിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സിറ്റ് പോൾ വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത്. വിനേഷ് ഫോഗട്ടും അവരുടെ കുടുംബാംഗവും കൂടി നിൽക്കുന്ന പോൾ ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. വലിയൊരു മുന്നേറ്റത്തിന്റെ തന്നെ ഒരു കുതിപ്പായിട്ടാണ് ആ ചിത്രം മാധ്യമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത പോരാട്ടം നിർത്തി ചിത്രലേഖ മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അർബുദത്തിന് ചികിത്സയിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൈലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. വരുമാന മാർഗമായ ഓട്ടോറിക്ഷ കത്തിച്ചതിന് പിന്നാലെ CPMനെതിരായി പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമായ ഓട്ടോ ഡ്രൈവറും ദലിത് സാമൂഹിക പ്രവർത്തകയുമായ ചിത്രലേഖ അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റൊന്ന് മഞ്ചേശ്വരം കോഴക്കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളെ കുറ്റവിമുക്തരാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം തലക്കെട്ട് നൽകുന്നത്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ വാർത്തയായി നൽകിയിരിക്കുന്നത് ADGPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ADGP RSS കൂടിക്കാഴ്ച അന്വേഷണ റിപ്പോർട്ട് കൈമാറി, റിപ്പോർട്ട് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ദീപിക നൽകുന്നുണ്ട്. സസ്പെൻഷൻ ഒഴിവാക്കാൻ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കവും ദീപിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് അജിത് കുമാർ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹൈലൈറ്റ് സ്റ്റോറിയും നൽകുന്നുണ്ട്. എക്സിറ്റ് പോളിൽ ഹരിയാന കോൺഗ്രസ് നേടും, ജമ്മു കാശ്മീരിൽ തൂക്ക് സഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട വാർത്ത ദീപിക നൽകുന്നത്. ഉണങ്ങാത്ത മുറിവിന്റെ 1ാം വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമേഷ്യ കലാഭൂമിക്ക് ഹമാസ് ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികം നാളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിന്റെ ഭീതിയെല്ലാം തരുന്ന വിധത്തിലാണ് വാർത്തയുടെ ബാക്ക്ഗ്രൗണ്ട് പോലും ദീപിക നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇലക്ട്രൽ ബോണ്ട് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.